സദ്യവട്ടത്തിലാണിപ്പോൾ മലയാളികൾ. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ ചേരും. ഷംസീർ എവിടെയാണ് നിൽക്കുന്നത്? സദ്യയുടെ തിരക്ക് പിടിച്ച സമയങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. വിഭവസമൃദ്ധമായ സദ്യ എന്നത് ഓണാഘോഷത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഏരിയയാണ്. എന്തൊക്കെയാണ് അവിടുന്ന് പങ്കുവെക്കാനുള്ള കാഴ്ചകൾ? തീർച്ചയായും സൈഫു, തിരുവോണ നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് തിരുവോണ സദ്യയുടെ സമയം. നമ്മൾ ഇന്നലെ ഉത്രാടപ്പാച്ചിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഇന്നലെ മലയാളിയെങ്കിൽ ഇപ്പോൾ ആ സദ്യയൊക്കെ ഒരുങ്ങി ഇപ്പോൾ ടേബിളിൽ റെഡിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ ഒരു വീട്ടിലാണ്. ഇവിടെയും ഈ ഉച്ച സമയത്ത് സദ്യ കഴിക്കുന്ന തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു. രാവിലെ പൂക്കളമൊക്കെ ഇട്ട് അതിന്റെ തിരക്കിലായിരുന്നുവെങ്കിൽ ഈ ഉച്ച സമയമായപ്പോൾ സദ്യവട്ടങ്ങൾ ഒരുക്കി ടേബിളിലെല്ലാം വിഭവങ്ങളൊക്കെ നിരന്നിരിക്കുകയാണ്. കാണാം, വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചേട്ടാ, എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പോ ഓരോന്നോരോന്നായി പറഞ്ഞാൽ? അവിയല്, കൂട്ടുകറി, പുളിയിഞ്ചി അല്ല, ഇഞ്ചിത്തൈര്, പച്ചടി, ഓലൻ, പിന്നെ പുളിയിഞ്ചി, അച്ചാറ്, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, തോരൻ, ഉപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. അതെ, ഓണം ഏറ്റവും കളറായി ആഘോഷിക്കുന്ന തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ സാമ്പാർ ഒഴിച്ച് ഓണസദ്യ ഉണ്ണാൻ വേണ്ടി ഇവരൊക്കെ തയ്യാറായിരിക്കുകയാണ്. ഈ ചേട്ടന്റെ പേരെന്തായിരുന്നു? അശോകൻ. അശോകേട്ടന്റെ വീട്ടുകാർ മാത്രമല്ല കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഓണം എന്ന് പറഞ്ഞാൽ അത് സമീപ വീടുകളിലെയും ബന്ധുക്കളുടെയും ഒക്കെ ചേർന്നുള്ളൊരു ആഘോഷമാണല്ലോ ഓണം. അപ്പം അടുത്തുള്ള വീട്ടിലെ കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പേരെന്താണ്? ഷിർഹാൻ സായി. ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട് അല്ലേ? ആണാണ്. ഷിർഹാൻ സായി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th സ്റ്റാൻഡേർഡ്. 4th. സദ്യയൊക്കെ ഇഷ്ടമാണോ? ഓ. ഷിർഹാൻ സായി പാട്ട് പാടോ? പാട്ട് പാടി തുടങ്ങാം നമുക്ക്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദിലനും ഒന്നായവനെ കാലം കത്തുവച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ കണ്ണനായി വന്നവനെ ഇവനെ നിന്നോരുക്കും മുന്നോരുക്കും പണ്ടേ അബത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച സോഡ സർബത്ത് മുടിയിൽ മതയാനെ മുഞ്ചല തിരക്ക് കാലം പടച്ചനെ കടവ് മൂലം മറ്റിൻ്റെത് നാനാ അടിപൊളിയായിട്ട് പാടില്ല. സോഡ സർബത്തൊന്നും ഇല്ലെങ്കിലും നല്ല വിഭവ സമൃദ്ധമായ ഓണസദ്യക്ക് മുന്നിലാണ് ഇരിക്കുന്നത്. മോന്റെ പേരെന്താണ്? ശിവശായി. ഏത് നഴ്സറി പോകുന്നുണ്ടോ? അംഗൻവാടി പോകുന്നുണ്ടോ? ഇല്ല. ഓണസദ്യ ഇഷ്ടമാണോ? ആണ്. സദ്യ കഴിക്കാൻ പോവാണോ? ആണ്. ഇതിലേതാണ് ഏറ്റവും ഇഷ്ടം ഈ വെച്ചിരിക്കുന്നതില്? കാബേജ് ഉപ്പേരിയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? അപ്പൊ സദ്യ കഴിക്കാൻ പോവാ അല്ലേ നമുക്ക്? മോൻ പാട്ട് പാടോ? ഒരു പാട്ട് പാടിക്കേ. ഓക്കെ. അങ്ങനെയാണ്. അപ്പം പാട്ടുപാടി ഓണസദ്യയൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ നാടുകളിൽ ഇപ്പം കോഴിക്കോട് മേഖലയിലേക്കാണെങ്കിൽ ഓണക്കളികളിലേക്ക് നീങ്ങുന്ന സമയമാണ് ഇപ്പോൾ. ഇവിടെ ഏതായാലും ഓണസദ്യ കഴിക്കുന്ന തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു. ചേച്ചി, ഓണസദ്യ കഴിക്കാൻ പോകണല്ലോ, എന്തൊക്കെയാണ് മറ്റുള്ള ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ഇനി മറ്റുള്ള ആഘോഷങ്ങൾ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് ഒരു ജോളിയാക്കി ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോ ചിലപ്പോ ഒന്ന് ഔട്ടിങ് പോവും. ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ 10-30 വർഷത്തിലേറെയായി കോഴിക്കോട്ടേക്ക് വന്നവരാണ്. ശരിക്കും തിരുവനന്തപുരംകാരാണല്ലേ? ഹസ്ബൻഡിന്റെ നാട് തിരുവനന്തപുരം, ഞങ്ങള് കോഴിക്കോട്ട്. കോഴിക്കോട്ടെ ആളുകളും ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ട് ഇത്ര കാലമായിട്ട് ഇവിടെ കഴിയുമ്പോ? ഇവിടെ നല്ല ജോളിയല്ലേ. എന്തായാലും ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നല്ല ഒരു തന്നെയാണ്. അത്തപ്പൂക്കളം ഇതെല്ലാം ഇപ്പോഴാണ് ഒക്കെ ബാക്കോട്ടായി വരുന്നത് കുറച്ച്. തീർച്ചയായും ഓണാഘോഷം പൊടിക്കുകയാണ്. ഇനി വൈകിട്ട് മറ്റു ഓണക്കളികളിലേക്കും മറ്റുമൊക്കെ നമുക്ക് വൈകിട്ട് ഉഷാറായിട്ട് തന്നെ പോണം. സേഫും ശരി, ഏതായാലും അവർ കഴിച്ചോട്ടെ ഷംസീർ, അവർ വിട്ടേക്കാം നമുക്ക്.